शिवचंद्रमौळी स्वतेजनेत्री तिमिरौघ जाळी कपालमाला शिवशूलपाणी जटा भस्मधारी त्रिपुराप्तकारी नंदीहराचा हर नंदिकेश तो रुद्रविश्वं भरदक्ष भारी उमापति भैरव मेघहारी विश्वेश विश्वंभर त्रिनेत्रधारी 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 हर हर शंकर शंकर शिव शिव शंकर हर हर शंकर शंकर शिव शिव शंकर त्रिगिन तक त्रिगिन त्रिगिन तक त्रिगिन त्रिगिन तकिट त्रिगिन 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 शंकर शंकर शिव शिव शंकर 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 शिवा शिवा हर हर शंकर शिव शिव शंकर तदिंगिण तु तदिंगिण तुम हर हर शंकर शिव शिव शंकर दिंगिण तुम ओम गिण हम गिण तुम हर हर शंकर तदिंगिण तुम शिव शिव शंकर तदिंगिण तुम हर हर शंकर तदिंगिण तुम शिव शिव शंकर तदिंगिण तुम हर ओम गिट तक तक तरि गिट तक शंकर गिट तक तक तरि गिट तक हर ओम तरि गिट शंकर गिट तक हर ओम हर ओम हर ओम अंगिण दिग तक तरि गिट तक शंकर ओम अंगिण दिग तक तरि गिट तक गंगाधरा जय शंकरा गंगाधरा जय शंकरा गंगाधरा जय शंकरा गंगाधरा
മഹാറാണി മനോദരി വിജയിച്ചാലും എന്താ പറയൂ മന്ത്രി, ദുസ്സഹമായിട്ടെന്തെങ്കിലും? ദക്ഷിണദേശത്തും നമ്മുടെ സൈന്യം പരാജയപ്പെട്ടിരിക്കുന്നു. ശേഷിക്കുന്ന സൈന്യബലത്തിന്റെ പകുതിയും നാമാവശേഷമായി. ഇനി ഒരു പിടിച്ചു നിൽപ്പ് അസാധ്യമാണ് മഹാറാണി. എന്നുവെച്ചാൽ നമ്മുടെ അസുരവംശം അധികം താമസിയാതെ ഈ പാതാള ലോകവും ദേവന്മാർ കീഴടക്കും. മഹാമന്ത്രി, അദ്ദേഹം തപസ് കഴിഞ്ഞ് തിരിച്ചെത്തും വരെ ഈ സിംഹാസനമെങ്കിലും രക്ഷിക്കാൻ ഒരു മാർഗമില്ലേ? സൈന്യബലം നഷ്ടപ്പെട്ട നാം എങ്ങനെ ചെറുത്തു നിൽക്കും? അനേകം ദിവ്യായുധങ്ങൾ കയ്യിലുള്ള ദേവഗണം കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയാണ്. നമ്മുടെ മായാരാക്ഷസന്മാരുടെ മായാവിദ്യകളൊന്നും അവിടെ വില പോകുന്നില്ല. നമുക്ക് മനസ്സിലായി. തപസ് ചെയ്ത് വരബലം നേടി ദാനവേന്ദ്രനായ ദാരികൻ തിരിച്ചെത്തുമ്പോഴേക്കും അസുരബലം നശിപ്പിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. മന്ത്രി, ദാരിക മഹാരാജാവിന്റെ ധർമ്മപത്നിയാണെന്നോ? നമ്മുടെ ശ്വാസം നിലച്ചിട്ടേ ഈ പാതാള ലോകം അവർ കീഴടക്കും. മഹാമന്ത്രി, അസുരശക്തിയായ മയന്റെ മകളായ നമ്മുടെ കയ്യിലുമുണ്ട് ചില യുദ്ധതന്ത്രങ്ങൾ. ഇനി മുതൽ യുദ്ധഭൂമിയിൽ നാം ഉണ്ട് അതിനൊപ്പം. അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ സമയമായോ? അച്ഛാ, ധീരന്മാരായ ദാനവേന്ദ്രന്മാർ സ്വർഗവും ഭൂമിയും പാതാളവും കൊടികുത്തിവാണ ചരിത്രമുണ്ട് നമുക്ക്. വിശ്വവിജയത്തിനായി വരബലം നേടാൻ പോയ ഭർത്താവിന്റെ മാനം കാക്കാൻ പ്രാണം വെച്ചിക്കാനെങ്കിലും അവകാശമില്ലേ ഒരു ധർമ്മപത്നിക്ക്? നിന്റെ ചിന്താഗതി ശരി തന്നെ. പക്ഷേ അസുരകുലത്തിൽ ധീരന്മാരായ പ്രജകൾ ഇനിയും അവശേഷിച്ചിരിക്കെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സമയമായിട്ടില്ല. അങ്ങയുടെ ധാരണകൾക്കപ്പുറത്താണ് സത്യങ്ങൾ. അസുര സൈന്യത്തെ നയിക്കാൻ ഇനി ശക്തമായ കൈകളില്ല തിരുമനസേ. ആര് പറഞ്ഞു അസുര സൈന്യം അനാഥമായെന്ന്? എന്തായാലും അന്തഃപുര ജീവിതം മാത്രം അറിയുന്ന ഇവൾ ആയുധമെടുക്കാൻ സമയമായിട്ടില്ല. മഹാമന്ത്രി, അസുര സൈന്യത്തെ സജ്ജമാക്കി. നാളെ പട നയിക്കുന്നത് അസുര ശില്പിയായ നാമായിരിക്കും. എന്താ മനസ്സിലായില്ലെന്നോ? ആജ്ഞ പോലെ മഹാപ്രഭു. ഇതുവരെ പടനിലത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടില്ലെങ്കിലും എന്നിലും അസുര രക്തമാണ് മോളെ. ഈ തീരുമാനം വേണ്ടായിരുന്നു. ശത്രുപക്ഷത്തിന്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട്, മാർത്തികത്തിന്റെ ബലക്ഷയം അറിഞ്ഞുകൊണ്ട് അച്ഛനെ. ആയുധങ്ങളും ദിവ്യായുധങ്ങളും അനേകം മെനഞ്ഞെടുത്ത കൈയായത് ഒരു ശത്രുവിന്റെ ജീവൻ എടുക്കാനെങ്കിലും കഴിഞ്ഞാൽ അത് തന്നെ ഭാഗ്യമല്ലേ മോളെ? മഹാദേവ, എത്രയായിട്ടും മതിയായില്ലേ മഹാദേവ? ഭർത്താവെങ്കിൽ നിന്നും വരം നേടാൻ പോയിരിക്കുന്നു. ഇപ്പോഴച്ഛൻ എന്നെങ്കിലും കരുണ കാണിക്കില്ലേ ശംഭോരുദ്ര മഹാദേവ? നാരായണ നാരായണ. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അസുരകുലത്തിന്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്ന എന്തെന്ന് ഈയുള്ളവന് മനസ്സിലാകുന്നില്ല. പരിഹാസം വേണ്ട ദേവർഷേ. യുദ്ധം കത്തി നിൽക്കുമ്പോൾ നീതിമാനായ ഏത് രാജാവിന് സിംഹാസനത്തിൽ ഇരുപ്പുറയ്ക്കും? അപ്പോൾ നീതിമാനായ ദാരിക മഹാരാജാവ് യുദ്ധഭൂമിയിലായിരിക്കും. അതെ, തപസ്സാകുന്ന ദിവ്യായുധവും കൊണ്ട് അദ്ദേഹം യുദ്ധഭൂമിയിലാണ്. വരും, വേണ്ടത്ര വരബലവും നേടി ഈ പ്രപഞ്ചം തന്നെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ. നാരായണ നാരായണ. അപ്പോൾ ഇതുവരെ തപസ്സു കഴിഞ്ഞ് എത്തിയില്ലല്ലേ? വർഷങ്ങൾ എത്രയായി ദാരികൻ തപസ്സാരംഭിച്ചിട്ട്? ഇത്ര കൊടും തപസ്സാചരിച്ചിട്ടും കനിവ് കാട്ടാത്ത പ്രപഞ്ചശക്തി ഉണ്ടോ? അയ്യോ, ശംഭോരുദ്ര മഹാദേവ, കനിവ് കാട്ടില്ല. രാക്ഷസകുലം അജയമായി തീർന്നാലോ? പക്ഷേ ദാരികനെ മഹർഷിക്ക് അറിയില്ല. നാരായണ നാരായണ. അറിയില്ലെന്നോ? ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനെയും നാം
അറിയും പോലെ മറ്റാരും അറിയുന്നില്ല. ദാരികൻ ധീരനാണ്. പക്ഷേ ഇത്രകാലം ഘോര തപം ചെയ്തിട്ടും ഫലം കിട്ടാത്ത ദാരികന്റെ മനസ്സ് മരവിച്ചിരിക്കില്ലേ? ആ ശരീരം മൃതപ്രായമായിരിക്കില്ലേ? അല്ല, ദേഷ്യപ്പെടുത്താൻ പറയുന്നല്ല, ഈ സിംഹാസനം അലങ്കരിക്കാൻ ഇനി അദ്ദേഹം വരുമെന്ന പ്രതീക്ഷ. നാരായണ നാരായണ. കള്ളം. ത്രിലോക സഞ്ചാരി എന്ന വ്യാജേന ശത്രുപക്ഷത്തിന്റെ ചാരനായി വന്നിരിക്കുന്ന നാരദന്റെ വചനങ്ങൾ ദേവന്മാരുടെ മറ്റൊരു യുദ്ധതന്ത്രമാണ്. നാരദന് ഒരു പക്ഷമേ ഉള്ളൂ, നന്മയുടെ പക്ഷം. ഒരു മാർഗമേ ഉള്ളൂ, ഭക്തിയുടെ മാർഗം. ഒരു ലക്ഷ്യമേ ഉള്ളൂ, സത്യത്തിന്റെ വിജയം. രാക്ഷസരാജ്ഞിയെയും അച്ഛനെയും കണ്ട് ചില പ്രധാന കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇവിടെ വരുന്നെത്തി. പ്രധാന ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞില്ലേ? ഇല്ല മനോദരി, നന്മയും തിന്മയും, ഇരുളും വെളിച്ചവും, സ്നേഹവും ദേഷ്യവും എല്ലാം ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആവശ്യം തന്നെ. പക്ഷേ ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. ഒന്നും പരസ്പരം തുലനം ചെയ്യരുത്. അപ്പോൾ അധികാരമോഹവും യുദ്ധക്കൊതിയും അവസാനിക്കും. മനോദരി, ഇനിയെങ്കിലും ഈ ദേവാസുര യുദ്ധം അവസാനിപ്പിച്ചുകൂടെ? സാധ്യമല്ല. ഈ 14 ലോകങ്ങളിലും അസുരശക്തിയുടെ കൊടിക്കൂറ എന്ന് പറഞ്ഞു അന്നേ ഈ യുദ്ധം അവസാനിക്കും. നാരായണ നാരായണ. ഇത് വെറും വ്യാമോഹം മാത്രമാണെന്ന് അങ്ങ് ധരിച്ചാലും, അല്ല, ഈ പിടിവാശി അസുരകുലത്തിന്റെ മുഴുവൻ നാശവും വിളിച്ചു വരുത്തും. ഇല്ല ദേവർഷി. നാരായണ. അസുരഗുരു ശുക്രാചാര്യർക്ക് വന്ദനം. അസുരഗുരു ആണെങ്കിലും അങ്ങ് ബ്രഹ്മജ്ഞനല്ലേ? രാജാവിനും പ്രജകൾക്കും ക്ഷേമമാർഗം ഉപദേശിക്കുന്ന രാജഗുരു അവരുടെ ചാബല്യങ്ങൾക്കനുസരിച്ച് തുള്ളിയാൽ? ദേവർഷി, രാജാവിന്റെയും പ്രജകളുടെയും ക്ഷേമം അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. രാജ്യാതിർത്തി വർദ്ധിപ്പിക്കുക എന്നതും രാജധർമ്മത്തിന്റെ ഭാഗമല്ല. എന്താ, മനുഷ്യരും ദേവന്മാരും യുദ്ധങ്ങളും ദിഗ്വിജയങ്ങളും നടത്താൻ? അയ്യോ, അങ്ങയുടെ മുമ്പിൽ വാദിച്ച് ജയം നേടാൻ വന്നവരല്ല ഞാൻ. നാശം മാത്രം പ്രദാനം ചെയ്യുന്ന യുദ്ധം നമുക്ക് ഭൂഷണമാണ്. അതെ, ധീരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് യുദ്ധം. യുദ്ധമുണ്ടെങ്കിലേ വിജയമുള്ളൂ. വിജയികൾക്കുള്ളതാണ് സർവസ്വം. ഇവിടെ മൗനമാണ് നാരദന് ഭൂഷണമെന്ന് തോന്നുന്നു. വിട നൽകിയാലും നാരായണ നാരായണ. ഹേ നാരദനെ, ഇന്നല്ലെങ്കിൽ നാളെ അവൻ വരും. ഈ സിംഹാസനത്തിന്റെ അധിപൻ ദാരികൻ. ആ ദേവപരീക്ഷകളോട് പറഞ്ഞേക്കും ഒരു സർവനാശത്തിന് കാത്തിരുന്നു കൊള്ളാൻ. വന്ദനം ഗുരുദേവ, വന്ദനം. ധീരനാണ്. എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാതിരുന്ന നീ ലോകൈക വീരനാണ്. എല്ലാം അവിടുത്തെ അനുഗ്രഹം. നാം നേടേണ്ടതെല്ലാം നേടി. ദേവന്മാർക്കോ അസുരന്മാർക്കോ ഇനി നമ്മെ വധിക്കാനാവില്ല. യുദ്ധഭൂമിയിൽ വീഴുന്ന നമ്മുടെ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും പുതിയ ദാരികന്മാർ യുദ്ധസന്നദ്ധരായെത്തും. നമുക്ക് സന്തോഷമായി. ദാരിക, അനേകം സംവത്സരങ്ങൾ യാതനകൾ അനുഭവിച്ചവനല്ലേ? ഇനി നിനക്ക് ആനന്ദിക്കാം. മഴമേഘങ്ങളെ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ എത്ര സമ്മത്സരങ്ങൾ. ബന്ധങ്ങളെല്ലാം ലക്ഷ്യത്തിനു വേണ്ടി വഴിമാറുകയായിരുന്നു മനോധരി. എന്റെ വിജയത്തിൽ എന്നെ പോലെ തന്നെ നീയും പങ്കാളിയാണ്. സഹിച്ചില്ലേ ഈ കണ്ട കാലം? നാഥ, എല്ലാം അങ്ങേക്ക് വേണ്ടിയാകുമ്പോൾ അല്ല, ഈ ദാനകുലത്തിന് വേണ്ടി, കാലം കവർന്നെടുത്ത് നമ്മുടെ പൂർവികർക്ക് വേണ്ടി. ഇനി രാക്ഷസകുലം ഭയമെന്തെന്നറിയരുത്. സ്വർഗവും ഭൂമിയും പാതാളവും മാത്രമല്ല, 14 ലോകങ്ങളും നാം കീഴടക്കും.
ഇനി അങ്ങോട്ടാണ് യുദ്ധം, ദാരികന്റെ മഹായുദ്ധം. എന്റെ പരമ്പരത്തെ കുറിച്ച് ചിന്തിക്കാതെ എന്നോട് എതിർക്കാൻ പോകുന്ന നീ വിഡ്ഢിയാണ്. തടുക്കാനാകുമെങ്കിൽ ഞാൻ അയക്കുന്ന ദിവ്യാസ്ത്രത്തെ തടുക്ക. ചിന്തിക്കാതെ പ്രവർത്തിച്ചാൽ കിട്ടുന്ന ശിക്ഷ കഠിനമായിരിക്കും. വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാണ് ധീരന്മാർ പോരാടേണ്ടത്. ശ്രീ പരമേശ്വരന്റെ മഹത്വം അറിയാതെയാണ് ഈ സംസാരം. പരമ്പര ദൈവത്തിന്റെ സന്നിധിയിൽ നാം യുദ്ധത്തിൽ വരുന്നില്ല. പരമേശ്വര, നമ്മോട് യുദ്ധത്തിൽ ആഗ്രഹിക്കുന്നെങ്കിൽ നേരിട്ട് നീ വരണം, ധൈര്യമുണ്ടെങ്കിൽ. മഹേശ്വര, എന്താണ് ഈ കേൾക്കുന്നത്? സർവചരാചരങ്ങളും താണു വണങ്ങുന്ന അവിടുന്ന് ഒരു ശിശുവിനെ പോലെ ദാരികനുമൊത്ത് കളിക്കുന്നു. ക്ഷിപ്രകോപിയായി അവിടുത്തെ തൃക്കണ്ണി എന്തുകൊണ്ട് കോപാഗ്നി ഉയരുന്നില്ല?
സൃഷ്ടിക്കും ശത്രു സംഹാരത്തിനും അറിവിനും ആയുധത്തിനും സ്ത്രീ തന്നെ ദൈവം. ദാനവരാജാവായ ദാരികനെ പോരിൽ വധിച്ച് നീ മടങ്ങി വരിക. ആജ്ഞ പോലെ ദാരികനുമായുള്ള യുദ്ധത്തിന് നാം ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. ഭദ്രേ, കരാളരൂപിണിയായ നീ കാളി എന്ന പേരിൽ അറിയപ്പെടുന്നു. ശ്രീഭദ്രകാളി. മഹിഷാസുരന്റെ മദം തീർക്കുവാൻ ഞാൻ വന്നു മഹാകാളിയായി. സുരലോക തേജസ്സു സർവവും ഒന്നായ സാക്ഷാൽ മഹാദേവിയായി. പരമേശ്വരൻ തന്നു വദനം, വിഷ്ണുദേവൻ തന്നു കൈകൾ. യമധർമ്മ തേജസ്സിൽ നിന്നും വളർന്നുലഞ്ഞാടി ഇരുണ്ട കാർക്കൂന്തൽ. ബ്രഹ്മ തേജസ്സിൽ നിന്നുണ്ടായി പാദങ്ങൾ, ചന്ദ്രനിൽ നിന്നും സ്തനങ്ങൾ. അഗ്നിത്രയത്തിന്റെ തേജസ്സിൽ നിന്നും ആലോല നയനങ്ങളുണ്ടായി. ഹിമവാൻ കനിഞ്ഞേകി സിംഹമോപാഹനം, ശിവനേകി തന്റെ ത്രിശൂലം. കൗശികി ഞാൻ, കാളിക ഞാൻ, ശാംഭവി ഞാൻ, ചണ്ഡിക ഞാൻ, സൃഷ്ടിസ്ഥിതി സംഹാരം ഞാൻ. മഹാലക്ഷ്മി മഹാകാളി മഹാകന്യാ സരസ്വതി ദശാഷ്ടകഭുജാ ദേവി ശുംഭാസുരനിബർഹണി महिषासुरमर्दिनी महाप्रलयसाक्षिणी प्रसीद 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 ജന്മഭൂമിച്ച സ്വർഗാധിപതി ഗരീയസി, പെറ്റമ്മയും പിറന്നമണ്ണും സ്വർഗത്തേക്കാൾ വലുതാണെന്ന് ഘോഷിക്കുന്ന ആർഷ സംസ്കാരത്തിൽ പരമാത്മാവായ പ്രപഞ്ചശക്തി അമ്മയാണ്. സർവം സഹയായ ഭൂമി അമ്മയാണ്. പ്രകൃതി അമ്മയാണ്. വിദ്യയും വിത്തവും അമ്മയുടെ വരദാനമാണ്. സ്വന്തം ജീവരക്തത്തെ സ്നേഹത്തിന്റെ പണിശാലയിൽ നീട്ടി അമ്പിഞ്ഞയായി പകർന്നു തരുന്ന അതേ അമ്മ തന്നെ ദുഷ്ടനിഗ്രഹത്തിനായി ആയുധങ്ങളേന്തിയ കരാള രൂപിണിയുമാകുന്നു. അറിവിനും ശത്രു സംഹാരത്തിനും മൂർത്തി അമ്മ തന്നെ. ഇത് ഒരു പുരാണ കഥയാണ്. മറ്റു ശക്തികളെല്ലാം മുട്ടുമടക്കിയ ദാരികാസുരന് മുമ്പിൽ അവതരിച്ച കാളിമാതാവിന്റെ കഥ. നേടിയ വരങ്ങളുടെ ശക്തിയാൽ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും തന്റെ കൈപ്പിടിയിലാണെന്ന് അഹങ്കരിച്ച ദാരികൻ അസുരശക്തിയുടെ വെൺകെട്ടക്കുട കീഴിൽ ഈ ബ്രഹ്മാണ്ടത്തെ ഒതുക്കാൻ മോഹിച്ചു. പക്ഷേ നിയതിയുടെ നിയമങ്ങളെ തടുക്കാൻ വരബലങ്ങൾക്കാവില്ല. ആലംബഹീനരുടെ കണ്ണീരിന്റെ ജ്വാലകളേറ്റ പ്രപഞ്ച മാതാവിന്റെ കടക്കണ്ണ് ചുവന്നു. മറ്റൊരു ധർമ്മയുദ്ധത്തിന്റെ കഥ ജനിച്ചു. ഈ കഥ കേൾക്കുന്നതേ പുണ്യം, കാണുന്നതേ ഭാഗ്യം, അറിയുന്നതേ മോക്ഷം. കുമാർ നൃത്തവിദ്യാലയം സഹൃദയ സമക്ഷം അവതരിപ്പിക്കട്ടെ ശ്രീ ഭദ്രകാളി.
പുണർന്നവളെ കാളി ദേവി വാഴും മണ്ണിൽ ചെമ്പൂരം ദേവി കൺ തുറന്നു കാവിൽ തന്നാരോ താളം. നാരായണ 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 വരവരം നേടിയ ദാരികൻ അജയ്യനാണ്. കണ്ടില്ലേ, സ്വർഗത്തിലും പാതാളത്തിലും രക്തപ്പോൾ ഒഴുകുന്നത്. സ്വർണ്ണോടും അവർ കീഴടക്കി കഴിഞ്ഞു. ഉർവശിയും വേരകയും ബ്രഹ്മയും ഈ ദാനവന്മാരുടെ അടിമകൾ. നാരായണ 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 നാരായണ. ഇനി നാരായണ മന്ത്രം മാറ്റി ദാരിക മന്ത്രം ജപിക്കേണ്ടി വരുമോ ആവോ? നാരായണ നാരായണ. ഹേ നാരദരെ, അസുരഗുരു ശുക്രാചാര്യർക്ക് വന്ദനം. വൈകുണ്ഠത്തിൽ ഒന്നെത്തേണ്ടതുണ്ട്. വിട നൽകിയാലും. അല്പം വൈകിയല്ലോ നാരദരെ. സ്വർഗവും ഭൂമിയും പാതാളവും ഇന്ന് അസുര ചക്രവർത്തി ദാരികന്റെ കൈപ്പിടിയിൽ അമർന്നിരിക്കുകയാണ്. ഇത് ബലമുള്ളവരുടെ വിജയം. നുണക്കഥകൾ പറഞ്ഞ് വിഷ്ണുവിനെയും ശിവനെയും ഉണർത്തേണ്ട സമയം അതിക്രമിച്ചു അല്ലേ? ശുക്രാചാര്യർക്ക് തെറ്റുപറ്റി. സഞ്ചാരങ്ങൾക്കിടയ്ക്ക് ചില കുശലങ്ങൾ മാത്രമേ നാരദൻ എവിടെയും ബോധിപ്പിക്കാറുള്ളൂ. അതെല്ലാം സത്യവുമായിരിക്കും. നാരായണ നാരായണ. നീതിസാരങ്ങളെല്ലാം ഗ്രഹിച്ച നാരദരോടൊന്ന് ചോദിക്കട്ടെ, കൈക്കരുത്തുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ രാജ്യഭരണം? സദാസമയവും സ്വർവേശ്യമാരോട് തുല്ലസിച്ചും മധുമുഖർക്കും രസിക്കുന്നവർക്ക് എന്തിനാ രാജ്യം? ഇനി ദേവന്മാർക്കൊരിക്കലും സ്വർഗം തിരിച്ചു കിട്ടില്ല. ഇനി അസുരയുഗമാണ്. അഭയം തരണം. എല്ലാം നഷ്ടപ്പെട്ടു. സൈന്യവും രാജ്യവും എല്ലാം. വരബലം നേടിയ ദാരികന്റെ കൈപ്പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് അങ്ങയിൽ അഭയം പ്രാപിക്കുന്നു. പ്രാണഭിക്ഷ യാചിക്കുന്നു. ദേവേന്ദ്ര, സമാധാനപ്പെട്ടാലും നമ്മിലുള്ള ഭക്തിയാകുന്ന കവചത്തിനുള്ളിൽ ഞാൻ അങ്ങേക്കും അഭയം തരാം. ഇത് യുദ്ധനീതിക്ക് നിരക്കാത്തതാണ് ദേവർഷേ. നാരായണ നാരായണ. സ്വന്തം പ്രാണൻ ഭിക്ഷയായി അയച്ചെത്തിയവന് അഭയം നൽകിയതിൽ എന്ത് അധർമ്മമാണുള്ളത്? ദാരികന് സ്വർഗം കിട്ടിയില്ലേ? ഇനി എന്തൊരു ദേവേന്ദ്രന്റെ പ്രാണൻ. അങ്ങയെപ്പോലെ സദാസമയം നാമം ചൊല്ലി നടക്കുന്ന അവധൂതനല്ല ഞാൻ. രാജഗുരുവാണ്. ശത്രുവിനെ വേരോടെ വേണം നശിപ്പിക്കാൻ. അല്ലെങ്കിൽ അവൻ കൂടുതൽ ശക്തി ആർജിച്ച് തിരിച്ചെത്തും. ഇവനെ ഞങ്ങൾക്ക് വിട്ടുതരണം. സാധ്യമല്ല. അഭയം പ്രാപിച്ചവനെ പരിത്യജിക്കുന്നവൻ നിന്ദ്യനാണ്. അസുരഗുരു ശുക്രാചാര്യർക്ക് പോകാം. പോകേണ്ടത് അസുരഗുരു ശുക്രാചാര്യരല്ല. ഇത് അയിത്തമില്ലാതെ എല്ലാം ഭക്ഷിക്കുന്ന അഗ്നിയുടെ ദേവകിരീടം. ഇത് പ്രപഞ്ച ചലനത്തിന്റെ നാഥൻ വായുവിന്റെ കിരീടം. ഇത് ജീവജലത്തിന്റെ അധിപൻ വരുണന്റെ കിരീടം. അസുരഗുരു ശുക്രാചാര്യർ ഒരുപക്ഷെ പിൻവാങ്ങിയേക്കാം. പക്ഷേ ദാനവേന്ദ്രൻ ദാരികൻ ഈ ഇന്ദ്രനെയും കൊണ്ടേപോകും. ദാനവേന്ദ്ര, പടയിൽ പരാജയപ്പെട്ട് ഓടുന്നവരെ ആക്രമിക്കരുതെന്നാണ് നീതിശാസ്ത്രം. അത് നിങ്ങൾ ദേവകുലത്തിന്റെ ശാസ്ത്രം. പക്ഷേ അസുരന്മാരുടെ നീതിശാസ്ത്രം മറ്റൊന്നാണ്. ശത്രുവിന്റെ ഉന്മൂലനാശം. ഇവൻ ജീവിച്ചിരുന്നാൽ സഹായത്തിനെത്താൻ പലരുമുണ്ടാവും. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. അപ്പോൾ മറ്റൊരു ദേവാസുര യുദ്ധം ആവർത്തിക്കപ്പെടും. ദാരിക, നീതിമാനായ മഹാബലിയെ ചതിച്ചവരായി ഈ ദേവന്മാർ. പ്രതികാരങ്ങൾ ഒരുപാടുണ്ട്. ഈറമൃത്തി വരിച്ച അസുരവീരന്മാർക്കെല്ലാം വേണ്ടി നാം പ്രതികാരം ചെയ്യും. ഹേ നാരദരെ, ദേവേന്ദ്രൻ നമുക്ക് വേണം. അടിയൻ ഇല്ല ദേവേന്ദ്ര, അങ്ങ് നമ്മുടെ കൈകളിൽ സുരക്ഷിതനാണ്. ദാരിക എന്തിനു വെറുതെ കണ്ടക്ഷോഭം നടത്തുന്നു? ദേവേന്ദ്രനെ കാത്തു രക്ഷിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ കടമയാണ്. ഒരു മഹായുദ്ധം ജയിച്ചിട്ടാണ് നാം ഇവിടെ എത്തിയിരിക്കുന്നത്. ദേവേന്ദ്രൻ വിട്ടുവന്നില്ലെങ്കിൽ ഇനി മറുപടി പറയുന്നത് നമ്മുടെ ദിവ്യായുധങ്ങളായിരിക്കും. വിഡ്ഢിത്തം പറയാതിരിക്കും ദാനവേന്ദ്ര. നിന്റെ ദിവ്യായുധത്തേക്കാൾ, നീ നേടിയ വരവരത്തേക്കാൾ വലിയൊരു ആയുധമുണ്ട് നമ്മുടെ കയ്യിൽ. അചഞ്ചലമായ ഭക്തി, അതിന് ശ്രുതിമീട്ടുന്ന ഈ തമ്പുരു. ധൈര്യമുണ്ടോ നിനക്കതിനോട് ഏറ്റുമുട്ടും?
വേണ്ട, നാരദരുടെ ഈ ദിവ്യായുധത്തെ തകർക്കാൻ നിനക്കെന്നല്ല ഒരു ശക്തിക്കുമാവില്ല. ഹേ ദേവേന്ദ്ര, രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ഞാൻ വരും. അന്ന് നിന്നെ രക്ഷിക്കാൻ നാരായണ നാമം പാടുന്ന ഈ ഭക്തിസൂത്രക്കാരനുണ്ടാവില്ല. നാരായണ നാരായണ. അതെ, തൽക്കാലം രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതി. ഒരു ശാശ്വത പരിഹാരം നാം ഉടനെ കണ്ടേ മതിയാകൂ. ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ദാരികന്റെ അന്ത്യം. അവൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും സ്വർഗം തിരിച്ചു കിട്ടില്ല. അതിനെന്തെങ്കിലും ഒരു മാർഗം? നാരായണ നാരായണ. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടോ ദേവേന്ദ്ര? എങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം നിർദ്ദേശിക്കണം മഹാമണി. രാക്ഷസർക്ക് ബലം വർദ്ധിച്ചാൽ അത് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ദേവരാജ, വരങ്ങൾ കൊണ്ട് ശക്തിയാർജിച്ച ദാരികൾ വധിക്കാൻ ഒരു ശക്തിക്കേ കഴിയും, സംഹാരമൂർത്തിയായ പരമേശ്വരൻ. എങ്കിൽ നമുക്ക് കൈലാസത്തിലേക്ക് ചെന്ന് പരമശിവന്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കാം. നമ്മുടെ സമയം പ്രതികൂലമാണല്ലോ ദേവേന്ദ്ര. പരമേശ്വരൻ മഹാസമാധിയാണ്. തപസ്സിൽ നിന്നും സ്വയം ഉണരാതെ നാം എങ്ങനെ സങ്കടം ഉണർത്തിക്കും? അദ്ദേഹത്തിന്റെ തപസ്സുണർത്താൻ എന്തെങ്കിലും ഒരു മാർഗം? അങ്ങ് ചിന്തിച്ചാൽ കിട്ടില്ലേ? ക്ഷിപ്രകോപിയായ പരമേശ്വരന്റെ തപസ്സുണർത്താനോ? നാരായണ നാരായണ. അതേ, പണ്ട് കാമദേവന് പറ്റിയ അവടി അങ്ങേക്ക് അറിവുള്ളതല്ലേ നാരായണ നാരായണ? അറിയാഞ്ഞിട്ടല്ല, ആവശ്യക്കാരന്റെ മനസ്സാണ്. ഔചിത്യബോധം വരില്ലല്ലോ. ദാരികൻ ത്രിലോകങ്ങളെയും ഭസ്മമാക്കുമുണ്ടും എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മഹർഷി, നാം കൈലാസനാഥന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. ഏതു വിധേനയും ആ തപസ്സുണർത്തണം. അതിനുള്ള ശിക്ഷ എന്തായാലും നാം ഏറ്റുവാങ്ങിക്കൊള്ളാം. അങ്ങ് ശാന്തനായാൽ നാരദന്റെ നാവിൽ വിളയാടും നാരായണ നാമത്തിനും ശക്തിയുണ്ടല്ലോ. ഹേ വൈകുണ്ഠവാസ, ലക്ഷ്മീപതയും നാരായണ, അടിയങ്ങളുടെ ഈ സമസ്യയ്ക്ക് ഒരു പരിഹാരം നിർദ്ദേശിച്ചാലും. നാരദരെ, ക്ഷിപ്രകോപി എന്നതുപോലെ തന്നെ ഭഗവാൻ പരമേശ്വരൻ ക്ഷിപ്രപ്രസാദിയുമാണ്. എത്ര മഹാസമാധിയിൽ ലയിച്ചിരുന്നാലും ഭക്തന്റെ പ്രാർത്ഥന കേൾക്കാത്ത ഈശ്വരനുണ്ടോ? അങ്ങയുടെ ഭക്തിഗാന ബീജികൾ പരമശിവന്റെ തപസ് ഉണർത്തുക തന്നെ ചെയ്യും. നാരായണ നാരായണ. മഹർഷി, നാരായണ നാമം പോലെ തന്നെ പരമേശ്വര നാമവും അങ്ങ് പാടിയാലും ആ ഗാനത്തിൽ ഈ പ്രപഞ്ചാത്മാവ് ഉണരട്ടെ. പാടിയാലും മഹാമുനി. നാരായണ നാരായണ. പ്രണവാകാരമേ ശിവശൈലമേ, പ്രണമാമ്യഹം ശിവചൈതന്യമേ. പ്രണവാകാരമേ ശിവശൈലമേ, പ്രണമാമ്യഹം ശിവചൈതന്യമേ. ആദിമധ്യാന്തങ്ങളെല്ലാം തൃക്കണ്ണിലേക്കാവാഹനം ചെയ്ത സൗന്ദര്യമേ. ആദിമധ്യാന്തങ്ങളെല്ലാം തൃക്കണ്ണിലേക്കാവാഹനം ചെയ്ത സൗന്ദര്യമേ. ശക്തിമയം ശിവശക്തിമയം, ശാന്തിമയം സൗന്ദര്യമയം. ശക്തിമയം ശിവശക്തിമയം, ശാന്തിമയം സൗന്ദര്യമയം. കൈലാസേശ്വരനീ ശരണം, സാംബ സദാശിവനിൻ ശരണം. കൈലാസേശ്വരനീ ശരണം, സാംബ സദാശിവനിൻ ശരണം. സത്യം ശിവം സുന്ദരം, സത്യം ശിവം സുന്ദരം, സത്യം ശിവം സുന്ദരം. ശംഭോരുദ്ര മഹാദേവ, ശംഭോരുദ്ര മഹാദേവ. നമ്മുടെ തപസ്സുണർത്തിയ മധുരഗാനത്തിന് പിന്നിൽ എന്തോ ഒരു സത്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, അല്ലേ നാരദരെ? നാരായണ നാരായണ. നാരായണ മന്ത്രം മാത്രം വിരിയുന്ന നാരദരുടെ നാവിൽ മഹേശ്വര നാമങ്ങൾ ഉണരാൻ ദേവി, അടിയന്റെ നാവിലും മനസ്സിലും നാരായണനും പരമശിവനും തുല്യരാണെന്ന് മനസ്സിലാക്കിയാൽ അദ്വൈതമായ ഈശ്വര ചൈതന്യത്തിന് മുമ്പിൽ രൂപഭേദങ്ങൾക്ക് എന്ത് പ്രസക്തി? നാരദർ ചിന്തിക്കാതെ പ്രവർത്തിക്കില്ലെന്നറിയാം. അതേ മഹേശ്വര,
അടിയന്റെ ചിന്തകൾക്കൊടുവിൽ ഈ പ്രപഞ്ച രക്ഷയ്ക്കായി കിട്ടിയ നാമം അവിടുത്തേതാണ്. പ്രപഞ്ചത്തിന്റെ സ്ഥിതി നിർണ്ണയിക്കാൻ വിഷ്ണു ഉള്ളപ്പോൾ ഈ സംഹാരമൂർത്തിയെ കുറിച്ച് ചിന്തിക്കാൻ പരമേശ്വര, അങ്ങറിയാതെ ഒരു പുൽക്കൊടി പോലും ഈ ബ്രഹ്മാണ്ടത്തിൽ ചലിക്കില്ലെന്ന് അടിയൻ അറിയാം. അടിയന്റെ നാവിൽ നിന്ന് തന്നെ പ്രപഞ്ച വിശേഷങ്ങൾ അറിയണമെങ്കിൽ കേട്ടുകൊള്ളൂ. ദാരികൻ അസുരകുലത്തിന്റെ പുതിയ വീര്യൻ, ത്രിലോകങ്ങളെയും കീഴടക്കിയ ദാനവേന്ദ്രൻ, സംഹാരമൂർത്തിയായി നമ്മൾ പോലും മറികടക്കാൻ തക്ക വരബലം നേടിയവൻ. അതേ മഹേശ്വര, അവന്റെ പരാക്രമങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നാരായണ നാരായണ. അത് മുളയിലേ നുള്ളുന്നതല്ലേ മഹേശ്വരൻ? സമയമായിട്ടില്ല, ഇതവന്റെ സമയമാണ്. സ്വർഗവും ഭൂമിയും പാതാളവും മാത്രമേ ഇപ്പോൾ അവൻ ആക്രമിച്ചിട്ടുള്ളൂ. ഇനിയും വൈകിയാൽ ഈ കൈലാസം വരെ അവന്റെ കൈപ്പിടിയാവില്ലേ? ദാരികൻ പാർവതി ദേവിക്കും ഭീഷണിയാവില്ലെന്ന് ആര് കണ്ടു? തെറ്റായ ലക്ഷ്യങ്ങൾ ഒരുവരെ സ്വയം നാശത്തിലേക്ക് നയിക്കും. അത് ലോകനീതിയാണ്. ദാരികന്റെ അടുത്ത ലക്ഷ്യം ഗന്ധർവലോകമാണ്. അവന്റെ ദുഷ്ചെയ്തികൾ വളർന്നു വളർന്ന് കൈലാസത്തോളം എത്തട്ടെ. അപ്പോഴാണ് നമ്മുടെ സംഹാര താണ്ഡവം. കാനകം കൊണ്ടു നീ കാതരേ പ്രേമ കാവ്യാങ്കണത്തിൽ കുറിച്ചതെന്തേ? കാനകം കൊണ്ടു നീ കാതരേ പ്രേമ കാവ്യാങ്കണത്തിൽ കുറിച്ചതെന്തേ? അർദ്ധവിനീലിതം കേടിലെ ബുദ്ധഭാവങ്ങൾ പറഞ്ഞതെന്തേ? ചുഴിയിൽ ഉണരുന്ന മദന മന്ത്രത്തിലുയരും പ്രേമാഗ്നി, മിഴികളെഴുതുന്ന പ്രണയഗീതങ്ങൾ പാടും മൺവീണയ. കാനകം കൊണ്ടു നീ കാതരേ പ്രേമ കാവ്യാങ്കണത്തിൽ കുറിച്ചതെന്തേ? കിട്ടിയതേതൊരു സന്ദേ കാതരേ പ്രേമ കാവ്യാങ്കണത്തിൽ കുറിച്ചതെന്തേ? ഗന്ധർവലോകത്തിന്റെ സൗന്ദര്യം കേട്ടറിഞ്ഞതിനേക്കാൾ ലവണമണിയും. ആരാണ്? ആകാരം കൊണ്ടും സ്വഭാവം കൊണ്ടും ഗന്ധർവനല്ലെന്ന് തീർച്ച. നമ്മുടെ സൂര്യവിഹാരത്തിന് തങ്കം വരുത്താൻ ആരാണ് ഇവരെ ഇങ്ങോട്ട് കടത്തിവിട്ടത്? നാം സർവവ്യാപിയല്ലേ ഗന്ധർവകുമാര. നമ്മെ തടഞ്ഞു നിർത്താൻ ആർക്കുമാവില്ല. വായുവിൽ ഗന്ധം പോലെ നാം എത്തും. ദാരികൻ. അതെ, പ്രപഞ്ചത്തിന്റെ ഏത് കോണിലെത്താനും നമുക്കാരുടെയും അനുവാദം ആവശ്യമില്ല. അതുപോലെ തന്നെ ആഗ്രഹിച്ചത് സ്വന്തമാക്കാനും. ശംഭോരുദ്ര മഹാദേവ, ശംഭോരുദ്ര മഹാദേവ, ദാരികൻ ഗന്ധർവലോകവും കീഴടക്കിയിരിക്കുന്നു. മഹാമന്ത്രി, യുദ്ധം അവസാനിച്ചെങ്കിലും ചെയ്തു തീർക്കാൻ ഇനിയുമുണ്ട് പലതും. ഒരുപക്ഷെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളായിരിക്കാം അങ്ങേ എങ്ങനെ ചിന്തിപ്പിക്കുന്നത്. ഭൂലോകത്തെവിടെയൊക്കെ ഇപ്പോഴും യാഗങ്ങളും ഹോമങ്ങളും നടക്കുന്നു. ദേവന്മാർക്കുള്ള പൂജകളും അർച്ചനകളും നടക്കുന്നു. വേദമന്ത്രധ്വനികൾ ഇപ്പോഴും നിലച്ചിട്ടില്ല എന്ന് നാം അറിയുന്നു. നമ്മുടെ ഭടന്മാരും പടനായകന്മാരും ഭൂലോകത്തെ മുക്കും മൂലയും അരിച്ചു മറക്കുന്നു. കണ്ണിൽപ്പെടുന്ന മുനിമന്ദിരങ്ങളും യാഗശാലകളും കത്തിച്ച് ചാമ്പലാക്കുന്നു. പക്ഷേ മനുഷ്യർക്കെന്നും
ദേവഗണത്തിന്റെ പിൻബലം ഉണ്ടാകും. ഇതിനു മുൻപും അങ്ങനെയേ സംഭവിച്ചിട്ടുള്ളൂ. ശരിയല്ലേ? എവിടെയെങ്കിലും ഒരഗ്നികണം അണയാതെ കിടക്കുന്നുണ്ടാകും. അവസാനം അതാണിപ്പടരും. പിടിച്ചടക്കിയതും കയ്യിലുണ്ടായിരുന്നതും നാമാവശേഷമാക്കിക്കൊണ്ട്. ഇല്ല മഹാരാജൻ, ദേവന്മാരുടെ കുതന്ത്രങ്ങൾ ഒന്നും തന്നെ ഇനി നമ്മുടെ കൈക്കരുത്തിന് മുമ്പിൽ വിലപ്പോവില്ല. തിരിച്ചടികൾ അനവധി ഏറ്റുവാങ്ങിക്കൊണ്ട് പടുത്തുയർത്തിയതാ ഇന്ന് കാണും അസുര സാമ്രാജ്യം. അതിനെയും കൈവിട്ടുപോയാൽ ആരും നേടാത്ത വരബലങ്ങൾ കൈമുതലായുള്ള അങ്ങേക്ക് എന്തിനീ സംശയം? വരബലങ്ങളെ മറികടക്കാൻ വരങ്ങൾ തന്നവർ തന്നെ ചിലപ്പോൾ പഴുതന്വേഷിക്കും. മഹാമന്ത്രി, അന്ന് ദേവേന്ദ്രനെ നാരദൻ രക്ഷിച്ചത് ഇതിന്റെ സൂചനയായിരുന്നില്ലേ? വിടരുതായിരുന്നു. അവിടെ വെച്ച് തന്നെ രണ്ടിന്റെയും കഥ തീർക്കണമായിരുന്നു. ഗുരുദേവൻ പറഞ്ഞതൊന്നുകൊണ്ട് മാത്രമാണ് നാം ഈ കരവാൾ വന്ന് പിൻവലിച്ചത്. ദാരിക, ദേവാസുര യുദ്ധം തൽക്കാലം കെട്ടടങ്ങിയെങ്കിലും മനസ്സെന്തുകൊണ്ടോ അസ്വസ്ഥമാണ്. അങ്ങേക്ക് കൊട്ടാരത്തിൽ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നും അറിയാതെ എന്തെങ്കിലും അപരാധം? ദാരിക, അസുര സാമ്രാജ്യത്തിന്റെ ഉയർച്ചയും താഴ്ചയും അനേകം കണ്ട് തഴമ്പിച്ച മനസ്സിന്റെ പാഴ്ചിന്തയായി ഇതിനെ എടുത്താൽ. പക്ഷേ ഇന്നലെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നമ്മുടെ മകൾ മനോദരി കലങ്ങിയ കണ്ണുകളോടെ എന്റെ അരികിൽ വന്നിരുന്നു. എന്തിന്? അവൾ എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കാണുന്നു. അതെല്ലാം വിധി മുൻകൂട്ടി തരുന്ന ദുസൂചനകളായിരിക്കാമെന്ന് അവൾ കരുതുന്നു. പ്രബലന്മാരായ അസുര ചക്രവർത്തിമാരെല്ലാം അല്പായുസുക്കളായിരിക്കുമല്ലോ എന്നവൾ ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം പറയാനായില്ല. ജീവിതം കുറിച്ച് ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടണമെന്നാണോ അങ്ങ് പറയുന്നത്? മനോദരിയുടെ മനസ്സിൽ എന്തേ ഇത്തരം പാഴ്ചിന്തകൾ വരാൻ? അനേകം യുദ്ധങ്ങളും ജയവും പരാജയവും ഒക്കെ കണ്ട അങ്ങേക്ക് അവളെ ഉപദേശിക്കാമായിരുന്നില്ലേ? അവളുടെ ചിന്തകൾ അത്ര ബലവത്താണ് ദാരിക. ഒരച്ഛൻ എന്ന നിലയ്ക്ക് തല കുനിച്ച് നിൽക്കാനേ എനിക്കായിരുന്നു. പിന്നീട് ഞാൻ ഉറങ്ങിയിട്ടില്ല. വിധി മുട്ടുമടക്കുന്ന വരബലങ്ങൾ അങ്ങയുടെ പക്കലുണ്ടെങ്കിലും എന്റെ മനസ്സിന്റെ അഗ്നിയിൽ ഒരു ദിവ്യായുധം അങ്ങേക്കായി ഞാൻ വാർത്തെടുത്തിട്ടുണ്ട്. എവിടെ? നമ്മുടെ പക്കലുള്ള ദിവ്യായുധങ്ങളെ അമ്പരിപ്പിക്കുന്ന ആ ദിവ്യായുധം എവിടെ? ദാരിക, ഭഗവാൻ പരമശിവന്റെ പാശുപതാസ്ത്രത്തിനു മാത്രമേ ഇതിനെ കീഴടക്കാനാവൂ. മറ്റ് ദിവ്യായുധങ്ങളൊന്നും ഫലിക്കാത്ത അവസരത്തിൽ നീ ഇതിനെ സ്മരിക്കുക. അജയ്യനായ ദാരികന്റെ കിരീടത്തിൽ ഇതാ ഒരു പൊൻതൂവൽ കൂടി. മഹാരാജൻ, ആയുസിന്റെ ബലം കൂട്ടാൻ അച്ഛൻ പണിതീർത്ത ഈ ദിവ്യായുധം നമ്മുടെ മനസ്സിന്റെ ബലം കൂട്ടാൻ ഉപകരിക്കുന്നില്ലല്ലോ മഹാരാജൻ. ഈടുവിടുന്ന രക്തത്തിന് പോലും പ്രത്യക്ഷമില്ലാതെ ഇരച്ചു കയറുന്ന പോർക്കലി തീർക്കാൻ പോലും ഒരു ശത്രുവിനെ കിട്ടാതെ അജയ്യനായി നിൽക്കുന്ന ഈ ദാരികന്റെ ദീർഘായുസിനെ സംശയിക്കാൻ ആരിൽ നിന്ന് എന്ത് പ്രലോഭനമാണ് നിനക്കുണ്ടായത്? ആ സമയങ്ങളിൽ കാണുന്ന സ്വപ്നങ്ങൾ മനസ്സിനെ വല്ലാതെ മതിക്കുന്നു മഹാരാജൻ. കഷ്ടം. രാക്ഷസേന്ദ്രൻ ദാരികന്റെ ധർമ്മപത്നിയാണ് നീ. അസുരശില്പിയായ മയന്റെ മകളാണ് നീ. എന്നിട്ടും എന്തിനീ സ്ത്രീ സഹജമായ ചാബല്യങ്ങൾ? ഉറക്കത്തിന്റെ ഏതോ അബോധതലങ്ങളിൽ കാണുന്ന സ്വപ്നങ്ങളെ ചൊല്ലി കണ്ണീരൊഴുക്കാൻ? ഇത് വെറും സ്വപ്നങ്ങളല്ല മഹാരാജൻ, വരാൻ പോകുന്ന ആപത്തിന്റെ സൂചനകളാണ്. അതെ, നാവിൽ രക്തമൊലിപ്പിച്ച് കണ്ണിൽ അഗ്നി ജ്വലിപ്പിച്ച് 16 തൃക്കരങ്ങളും അതിലെല്ലാം ആയുധങ്ങളുമായി ഒരു ഭീകരമൂർത്തി. അതിന്റെ ഒരു കൈയിൽ അങ്ങയുടെ മഹാരാജൻ, അത് ഭീകരമൂർത്തി ഒരു സ്ത്രീയായിരുന്നു. ഒക്കെ മനസ്സിന്റെ വിഭ്രാന്തികളാണ്. മണ്ണറഞ്ഞ അസുരവീരന്മാരുടെ ദുർവിധികളെ മനസ്സിലിട്ട് ധ്യാനിക്കാതെ ഈ ദാരികന്റെ മഹാബലത്തെ കുറിച്ച് ചിന്തിക്കുക. നാരായണ, നെറ്റ് ചുളിക്കേണ്ടതാണ് രവീന്ദ്ര. ശത്രുവിന്റെ ദൂതനായിട്ടല്ല, ശാന്തിയുടെ ദൂതനായിട്ട് നാരദൻ എവിടെയും എത്താറുള്ളൂ. കണ്ടില്ലേ, അങ്ങയുടെ കണ്ണിൽ കത്തുന്നത് ക്രോധമാണ്. ക്രോധം നാശത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് രവീന്ദ്ര. നിർത്തൂ നാരദരെ. അസുര ചക്രവർത്തിക്ക് ഉപദേശം തരാൻ ഇവിടെ രാജഗുരുവുണ്ട്. പരിഹസിക്കാതെ. അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങയെ ഇത്ര കോപിക്കാൻ അനുവദിക്കില്ലായിരുന്നു.
നാരദന്റെ വരവിന് എന്തെങ്കിലും ലക്ഷ്യം കാണുമെന്ന് അദ്ദേഹം ഊഹിക്കുമായിരുന്നു. ആസുരലോകത്തേക്കുള്ള നാരദരുടെ വരവിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ: ദേവലോകം വീണ്ടെടുത്ത് ദേവേന്ദ്രനെ വാഴിക്കുക. അല്ല, അങ്ങയുടെ വിവേകം വികാരത്തിന് വഴിമാറുന്നു. ബ്രഹ്മസത്യം അറിയാവുന്ന ഈ നാരദർക്കറിയാം, നന്മയും തിന്മയും ഈ ബ്രഹ്മാണ്ടത്തിന് ആവശ്യമാണെന്ന്. തിന്മയുണ്ടെങ്കിലേ നന്മയ്ക്ക് വിലയുള്ളൂവെന്ന്. അസുരനും ദേവനും ഇവിടെ ആവശ്യം. അതുകൊണ്ട് ദേവലോകം അവർക്ക് വിട്ടുകൊടുത്തുകൂടെ? ദേവന്മാർ കരുത്താർജിച്ച് അത് തിരിച്ചു പിടിക്കട്ടെ. ദാനം ചെയ്യാൻ നാം മഹാബലിയല്ല. അർഹിക്കുന്നത് അവരവർക്ക് കാലം തന്നെ തിരിച്ചു കൊടുക്കും ദാനവേന്ദ്ര. അപ്പോൾ നഷ്ടങ്ങൾ സങ്കല്പങ്ങൾക്ക് അപ്പുറത്തായിരിക്കും. എന്തായാലും ഒരു സർവനാശത്തിന് കാത്തിരുന്നു കൊള്ളുക. ഇത് നാരദന്റെ പാഴ്വാക്കല്ല. ഒരു സർവനാശം? മന്ത്രി, നാരദരുടെ വചനങ്ങളിൽ എന്തോ പന്തികേട് കാണുന്നു. ഒരുപക്ഷേ ദേവേന്ദ്രനെ സഹായിക്കാൻ ത്രിമൂർത്തികളിൽ ആരെങ്കിലും? അത് നാം പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ് മഹാരാജൻ. പൂർവ്വകാലങ്ങൾ പരിശോധിച്ചാലും അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ടല്ലോ. ആ സാഹചര്യങ്ങളെ മറികടക്കാനല്ലേ അവിടുന്ന് ശക്തമായ വരങ്ങൾ നേടിയിട്ടുള്ളത്. അതും മാത്രം പോരാ, ശത്രുവിന്റെ ഓരോ നീക്കവും കൃത്യമായി അറിയുവാൻ ചാരന്മാരെ നിയോഗിക്കണം. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും നമ്മുടെ സേനാബലം ശക്തിപ്പെടുത്തണം. ഭൂലോകത്ത് ഒരു കാരണവശാലും യാഗങ്ങളോ നാമജപങ്ങളോ നടക്കരുത്. ഇന്നു മുതൽ രാക്ഷസപ്പട എന്തിനും സജ്ജമായി. അതുകൊണ്ടും പൂർണ്ണമാകുന്നില്ല. ഗുരുദേവന്റെ ഉപദേശം നാം ആഗ്രഹിക്കുന്നു. അസുരകുലത്തിന്റെ ജയപേരികൾക്കിടയിലും എന്തൊക്കെയോ അശുഭചിന്തകൾ നമ്മെ അലട്ടുന്നു. നിന്റെ അശുഭചിന്തകൾക്ക് അത്ഭുതമില്ല. ജയം നിലനിർത്തുന്നതിന് അശ്രാന്ത പരിശ്രമം തന്നെ വേണം. അതല്ല ഗുരുദേവ, അല്പം മുൻപ് നാരദർ വന്ന് സൂക്ഷിക്കണം. പാഴ്വാക്ക് പറയുന്നവനല്ല നാരദൻ. ലോകജ്ഞാനിയല്ലേ അവിടുന്ന്. നമുക്കെതിരായിട്ട് എന്തെങ്കിലും നീക്കങ്ങൾ ഇന്ദ്രപക്ഷത്തുനിന്നും നടക്കുന്നുണ്ടോ എന്നറിയാൻ ഒരാഗ്രഹം. ദാരിക, സൂക്ഷിക്കണം. മനസ്സിളകിയിരിക്കുന്നത് സംഹാരമൂർത്തിയായ പരമേശ്വരന്റെയാണ്. ഇല്ല, നമുക്കെതിരായ എന്തു നീക്കവും മുളയിലേ നുള്ളണം. പരമശിവനെന്നല്ല 33 കോടി ദേവകൾ ഇളകി വന്നാലും വീടില്ല ഞാൻ. വേണ്ട, എടുത്തു ചാടുന്നത് ആപത്താണ്. ശിവഭൂതങ്ങളോട് ഏറ്റുമുട്ടാൻ നമ്മുടെ രാക്ഷസപ്പട പോരാ. ഒരുപക്ഷെ നിന്റെ വരബലങ്ങളെ പോലും മറികടക്കാൻ ശക്തനാണ് പരമശിവൻ. ഓരോ ചുവടും സൂക്ഷിച്ചു നീങ്ങിയില്ലെങ്കിൽ മഹിഷാസുരനും മറ്റും സംഭവിച്ചതുപോലെ. ഗുരുദേവ, മഹാരാജൻ, മറ്റു രാക്ഷസ രാജാക്കന്മാരുടെ പത്നിമാരെ പോലെ നമ്മെ ഈ വൈദ്യുതി അനുഭവിക്കാൻ വിടണം. നിർത്ത്. മനസ്സിനെ ദൗർബല്യത്തിലേക്ക് പറഞ്ഞുവിടാതെ ധീരമാക്കാൻ നോക്ക്. രാക്ഷസ രാജാവ് ദാരികന്റെ ധർമ്മപത്നിയാണ് നീ, മറക്കണ്ട. ഇനി നാം എന്തു പറഞ്ഞ് മനസ്സിലാക്കും? നമുക്കുണ്ടായ സ്വപ്ന ദർശനങ്ങളെല്ലാം നമ്മോട് എതിർക്കാൻ വരുന്നത് കൈലാസനാഥനായ പരമശിവനാണെങ്കിൽ അവനും നമ്മുടെ ശത്രു. ശത്രുവിന്റെ നാശമാണ് നമ്മുടെ ലക്ഷ്യം.
പഞ്ചപുച്ഛമുടക്കി നിന്നില്ലേ നമ്മുടെ മുന്നിൽ. അതാണ് ദാരികൻ, വിശ്വവിജയിയായ ദാരികൻ. 14 ലോകങ്ങളും കീഴടക്കിയ ദാരികൻ ഇതാ ഈ പർണശാലയിൽ വന്ന് ശുക്രാചാര്യരെ വണങ്ങുന്നു. ദാരിക, അറിഞ്ഞില്ലേ, പരമശിവൻ പോലും എന്റെ മുന്നിൽ തലകുനിച്ചു ഗുരുദേവ. നാം പോലും ആരാധിക്കുന്ന പരമേശ്വരനെ നിനക്കറിയില്ല. മഹേശ്വരൻ അഗ്നിയാണ്. ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ കത്തിച്ചാമ്പലാക്കാൻ പോകുന്ന അഗ്നി. ആ അഗ്നിയുടെ വ്യാപ്തി എന്തെന്ന് നമുക്കറിയണം ഗുരുദേവ. എങ്കിലേ പ്രതിരോധത്തിന്റെ ആക്കം കൂട്ടാനാവും. ഇതാ ശുക്രാചാര്യരുടെ പർണശാലയിലെ ഈ യാഗാഗ്നിയിലേക്ക് നോക്കൂ. നാം ഒന്നും കാണുന്നില്ലല്ലോ ഗുരുദേവ. ബ്രഹ്മജ്ഞാനമുള്ളവർക്ക് ഇത് കാണാനാണ്. ഇതാ നമ്മുടെ ചുമലിൽ തൊട്ടുകൊണ്ട് നോക്ക്. ഇത് കരാളരൂപിണിയായ ഒരു സ്ത്രീരൂപമല്ലേ? അതെ, ഇതാണ് ദാരിക, നിന്റെ സംഹാരത്തിനായുള്ള പരമേശ്വരന്റെ കോപാഗ്നി. സ്വപ്നത്തിൽ അലട്ടിക്കൊണ്ടിരുന്നതും ഈ സ്ത്രീരൂപം തന്നെ. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി വരികയാണോ ഗുരുദേവ? ആ ശിവഭൂതത്തെ തടഞ്ഞു നിർത്താൻ അങ്ങയുടെ പക്കൽ പോംവഴിയൊന്നുമില്ലേ? ഇല്ല, പ്രതിരോധിക്കാനാവാത്ത ഒരു ശക്തിയാണ്. പക്ഷെ ഒന്നുണ്ട്, അതിന്റെ ലക്ഷ്യം നീ മാത്രമാണ്. അതുകൊണ്ട് പറയൂ ഗുരുദേവ, രക്ഷയുടെ ഏതെങ്കിലും ഒരു മാർഗം അടിയങ്ങൾക്ക് കാട്ടിത്തന്നാലും. കാറ്റിനു പോലും കടന്നു ചെല്ലാനാകാത്ത പാതാളത്തിലെ നാം നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ഒളിസങ്കേതത്തിൽ അഭയം തേടുക. സാധ്യമല്ല. ദാരികൻ എന്ന നാമം കേട്ടാൽ വിറയ്ക്കുന്ന ലോകങ്ങളെ ഇവിടെയുള്ളൂ. ഞാൻ വെറും ഒരു ശിവഭൂതത്തെ ഭയം ഒളിച്ചോടണമെന്നാണ്. ഇത് വെറും ഒരു ശിവഭൂതമല്ല, ശിവന്റെയും ശക്തിയുടെയും അംശാവതാരം എന്ന് പറയാം. ദാനവേന്ദ്രൻ ദാരികൻ ആയുസ്സാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നാം നിർദ്ദേശിച്ച മാർഗം തന്നെ സ്വീകരിക്കേണ്ടി വരും. മഹാരാജൻ, അങ്ങ് പിടിവാശി കളയണം. രാജ്യവും സ്ഥാനമാനങ്ങളും ഈ ശരീരത്തിൽ അധിഷ്ഠിതമല്ലേ? അങ്ങ് ഒരു നിർദ്ദേശിക്കുന്ന രക്ഷാസ്ഥാനം സ്വീകരിക്കണം. പ്രാണൻ പോയാലും ദാരികൻ ഒളിച്ചോടുമെന്ന് തോന്നുന്നില്ല. അത് അവന്റെ കുറ്റമല്ല, അസുര രക്തത്തിന്റെ പ്രത്യേകതയാണ്. ഇനിയെല്ലാം വിധി പോലെ നടക്കട്ടെ. മഹാരാജൻ, ജീവിച്ചു കൊതി മാറിയില്ലല്ലോ മഹാരാജൻ. ഇത്ര കരയാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ മനോധരി. ഇനി സംഭവിക്കാൻ എന്തിരിക്കുന്നു? അഗ്നിനിമിത്തങ്ങൾ സത്യമാവില്ലെന്നുണ്ടോ? സത്യമായിരിക്കാം. പക്ഷെ മനോധരി, നമ്മെ മനസ്സിലാക്കാത്തതുണ്ട്. കാര്യകാരണങ്ങൾ വിശകലനം ചെയ്യാനുള്ള മനോനിലയിലല്ല നാം. പ്രപഞ്ചത്തിൽ ആരും നേടാത്തതാണ് നാം നേടിയിട്ടുള്ളത്. മനുഷ്യനോ ദേവനോ മൃഗത്തിനോ നമ്മെ വധിക്കാനാവില്ല. പ്രതിയോഗിയുടെ അസ്ത്രങ്ങളേറ്റ് യുദ്ധഭൂമിയിൽ വീഴുന്ന നമ്മുടെ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും വീണ്ടും ദാരികന്മാർ യുദ്ധസന്നദ്ധരായെത്തും. ആർക്കും കരഗതമാകാത്ത ദിവ്യായുധങ്ങളുണ്ട് നമ്മുടെ പക്കൽ. നേട്ടങ്ങളുടെയും വരബലങ്ങളുടെയും കഥ നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നില്ലേ മഹാരാജൻ? മനോധരി, അവരുടെ എല്ലാം രക്തത്തിന് പകരം വീട്ടിലാണ് നമ്മുടെ ഈ ചെറുത്തുനിൽപ്പിന്റെ പിൻബലം. പക്ഷേ മഹാരാജൻ, നാം ഒരു സ്ത്രീയാണ്, അങ്ങയുടെ ഭാര്യയാണ്. സ്ഥാനമാനങ്ങളെക്കാൾ രാജ്യമോഹത്തെക്കാൾ നമുക്ക് വലുത് നമ്മുടെ ഭർത്താവാണ്. അതിന് നാം കേവലം ഒരു ശിവഭൂതത്തെ ഭയന്ന് ഒളിച്ചിരിക്കണമെന്നാണ്. കുറച്ചു കാലം കൈലാസനാഥന്റെ കോപം കെട്ടടങ്ങുന്നതുവരെ മാത്രം. കൈലാസനാഥന്റെ കോപം? മനോധരി, ഈ ശിവഭൂതത്തെ ഒന്ന് നാം ആവശ്യമാക്കട്ടെ. അതിനുശേഷം നാം അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, കൈലാസത്തിലേക്ക്. കഷ്ടം, ഇത്രയേറെ പറഞ്ഞിട്ടും അങ്ങയുടെ മനസ്സിളകുന്നില്ലല്ലോ മഹാരാജൻ. അങ്ങൊന്ന് ധരിക്കണം, രാക്ഷസകുലത്തിന്റെ രക്ഷയ്ക്കായി അങ്ങില്ലാത്ത സമയത്ത് യുദ്ധഭൂമിയിൽ പോകാൻ വരെ തയ്യാറായവളാണ് നാം. നേടേണ്ടതിലധികം നേടിക്കഴിഞ്ഞു. ദാരികന്റെയും രാക്ഷസകുലത്തിന്റെയും ശക്തി തെളിഞ്ഞു കഴിഞ്ഞു. ഇനി എന്തിന് നമുക്ക് സ്വർഗവും ഭൂമിയും മറ്റും? അത് അർഹതപ്പെട്ടവർക്ക് തിരിച്ചു കൊടുത്താൽ
അസുര പ്രജകളെയും സാമ്രാജ്യത്തെയും കാത്തുരക്ഷിക്കണം. യുദ്ധവും ഭീതിയുമില്ലാതെ ഒരു നിമിഷമെങ്കിലും അങ്ങയോടൊത്ത് ജീവിക്കണം. ഇതൊരു അപേക്ഷയായെങ്കിലും എടുക്കില്ലേ മഹാരാജൻ? സാധ്യമല്ല. മരണത്തിനല്ലാതെ ദാരികൻ മറ്റൊരു ശക്തിക്കും കീഴടങ്ങില്ല. ജീവിതം മോഹിച്ചൊളിച്ചോടിയാൽ പരാജയപ്പെടുന്നത് ഈ ദാനവകുലമാണ്. ധീരന്മാരുടെ പാരമ്പര്യമുണ്ടെനിക്ക്. നാം ഇതാ യുദ്ധസന്നദ്ധനായി കഴിഞ്ഞു. പുരുഷ പ്രജകൾ യുദ്ധസന്നദ്ധരാകുമ്പോൾ അന്തപുരത്തിൽ സ്ത്രീകളുടെ കണ്ണീർ കടലാണല്ലോ എന്തോ. എന്തു പറഞ്ഞാൽ നിന്നെ നാം സമാധാനിപ്പിക്കുക? അനവധി അസുരരാജ്ഞിമാരുടെ കണ്ണീര് കണ്ടിട്ടുണ്ട്. എല്ലാം വിധി എന്ന് സമാധാനിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ അവർക്ക് സുഖം തിരിച്ചു കൊടുക്കാൻ ത്രികാലജ്ഞാനിയെങ്കിലും നമുക്കായിട്ടില്ല. സഹനം സർവദുഃഖാനാം ചിന്താവിലാപരഹിതം. ഗുരുദേവ, അദ്ദേഹത്തെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഇനി നമുക്കാവില്ല. അദ്ദേഹത്തിന്റെ പത്നി എന്ന നിലയ്ക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാനാവില്ലേ? എന്തു ചെയ്യാൻ? ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ദേവന്മാരാണെങ്കിലും രാക്ഷസകുലത്തിന് അന്യരല്ല. ഉള്ളുരുകി പ്രാർത്ഥിക്കുക, ഭർത്താവിന് സദ്ബുദ്ധി തോന്നാൻ. ഗുരുദേവ, ഏതൊരു ശക്തി എന്റെ സുമംഗലി ഭാഗ്യത്തെ തട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്നുവോ ആ ശക്തിയെ തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മനോദരി. അതേ ഗുരുദേവ, ഞാൻ കൈലാസനാഥനായ പരമേശ്വരനെ തപസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഘോര തപം ചെയ്ത് അദ്ദേഹത്തെ സംപ്രീതനാക്കും. എന്റെ ഭർത്താവിനെ രക്ഷിക്കാനുള്ള വരങ്ങൾ നേടും. അവിടുത്തെ തൃക്കണ്ണിൽ പിറന്നവളെങ്കിലും ശ്രീ ഭദ്രകാളി നമ്മുടെ മകൾ തന്നെ. ദാരികപഥത്തിന് പോയ മകളുടെ വിവരങ്ങളൊന്നും. ദാരികൻ നേടിയ വരങ്ങളുടെ ശക്തി അറിയാവുന്നത് കൊണ്ടാണ് ദേവിക്ക് ഇങ്ങനെയൊരു ഉത്കണ്ഠ എന്ന് നാം മനസ്സിലാക്കുന്നു. അർഹതയില്ലാത്തവർക്ക് വരങ്ങൾ പ്രദാനം ചെയ്യുന്നത് കൊണ്ടല്ലേ ഇത്തരം ദുഷ്ചേതികൾ ഉണ്ടാകുന്നത്? ആര് പറഞ്ഞു അർഹതയില്ലെന്ന്? സാത്വികരെന്ന് പറയുന്ന നമ്മുടെ ഭക്തർ ചെയ്യുന്ന തപസ്സിനേക്കാൾ എത്രയോ ഘോരമായിരിക്കുന്നു ദാരികന്റെ തപസ്. പരീക്ഷണങ്ങളെല്ലാം മറികടന്ന ഭക്തന് ആഗ്രഹിക്കുന്നത് എന്തും കൊടുക്കേണ്ടത് പ്രപഞ്ചശക്തിയുടെ കടമയാണ്. പക്ഷേ അതുകൊണ്ട് കഷ്ടപ്പെടുന്നവർ അനവധിയല്ലേ മഹേശ്വര? ജന്മദുരിതങ്ങൾ സഹിക്കേണ്ടതില്ലാത്തവൻ ഈശ്വര തുല്യനാണെന്ന് ധരിച്ചാൽ ജന്മജന്മാന്തരങ്ങളായി ചെയ്ത പുണ്യപാപങ്ങളുടെ ഫലങ്ങൾ ഏതു വിധേനയും ഓരോ ജീവികളും അനുഭവിച്ചേ പറ്റൂ. ഹിരണ്യകശിപുവും ദാരികനും മറ്റും അതിന് നിമിത്തങ്ങളാകുന്നു എന്ന് മാത്രം. കഷ്ടം തന്നെ മഹേശ്വര. ജീവജാലങ്ങൾക്ക് ഇങ്ങനെ പുണ്യപാപങ്ങളും പേറി ദുഃഖവും ദുരിതവും സഹിച്ച് ജനിമതികളിലൂടെ യാത്ര ചെയ്യാനാണല്ലോ വിധി. അല്ല പാർവതി, ഓരോ ജീവനും പരമാത്മാവായ പ്രപഞ്ചശക്തിയുടെ പ്രതിരൂപമാണെന്ന് ധരിച്ചാലും ഈച്ചയായും പുഴുവായും മൃഗമായും മനുഷ്യനായും ജന്മമെടുക്കുന്ന ജീവന്മാർ ഓരോ ജന്മങ്ങളിലൂടെയും ശുദ്ധീകരിക്കപ്പെട്ട് അവസാനം പ്രപഞ്ചശക്തിയിൽ ലയിച്ചു ചേരുന്നു. മോക്ഷമെന്ന് പറയുന്ന ഈ അവസ്ഥയിൽ ആ ജീവാത്മാവ് ഈശ്വര തുല്യനാകുന്നു. ജനിമൃതികളില്ലാത്ത, സുഖദുഃഖങ്ങളില്ലാത്ത, ശീതോഷ്ണങ്ങളില്ലാത്ത സായുജ്യം. പ്രപഞ്ച സത്യങ്ങൾ എത്ര സൂക്ഷ്മങ്ങളാണ് മഹേശ്വര. നാരായണം നമോ നാരായണം, ജയ നാരായണം നമോ നാരായണം. കൈലാസത്തിലും നാരായണ നാമം ജപിച്ചുകൊണ്ട് നാരദർ വരുന്നുണ്ട്. എന്തു പ്രപഞ്ച വിശേഷങ്ങളാണാവോ ആ ത്രിലോക സഞ്ചാരിയിൽ നിന്നുണ്ടാവുക?
മഹേശ്വര, പാർവതി ദേവിക്ക് ബ്രഹ്മസൂത്രം ഉപദേശിക്കുന്ന തിരക്കിൽ അങ്ങ് മറ്റു ലോകങ്ങളിലെ സംഭവങ്ങൾ മറന്നെന്നു തോന്നുന്നു. ഇല്ല നാരദരെ, ഈ സംസാരത്തിന്റെ മൂലകാരണവും ദാനവേന്ദ്രനും ദാരികൻ തന്നെ. നാരദരെ, നമ്മുടെ പുത്രിയുടെ വിവരം വല്ലതും? നാരായണ നാരായണ, ദാരികന്റെ വരബലങ്ങളുടെ സർവ്വ പഴുതുകളും അടച്ചുകൊണ്ടല്ലേ കൈലാസനാഥൻ കാളിക്ക് ജന്മം നൽകിയത്. ദേവി പിന്നെ എന്തിനു ഭയപ്പെടുന്നു? നാരായണ നാരായണ, സ്വർഗവും ഭൂമിയും പാതാളവും തീർത്തും യുദ്ധഭൂമിയാകും. രക്തപ്പുഴകളൊഴുകും. പക്ഷേ എന്താ മഹർഷി, അങ്ങയുടെ സംഭാഷണത്തിൽ ഒരു സ്വരമാറ്റം? 14 ലോകങ്ങളിലെയും ഓരോ അണുവിലും കുടികൊള്ളുന്ന ഉമാമഹേശ്വരന്മാർ ഇതറിഞ്ഞില്ലെന്ന് വന്നാൽ? പറയൂ നാരദരെ, നാം അറിയാത്ത ഏതു രഹസ്യമാണുള്ളത്? നാരായണ നാരായണ, അങ്ങ് കേൾക്കുന്നില്ലേ? എവിടുന്നോ മുഴങ്ങി കേൾക്കുന്ന ഓങ്കാരനാഥം, മഹേശ്വര മന്ത്രം. ലക്ഷ്യവും മാർഗവും രണ്ടല്ല നാരദരെ. മാർഗം ശരിയാണെങ്കിൽ നാം ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും. മാർഗം വളഞ്ഞതും പങ്കിലവുമാണെങ്കിലോ ലക്ഷ്യസാക്ഷാത്കാരം ഒരു വിദൂര സ്വപ്നമായിരിക്കും. ഇവിടെ സംഭവിക്കുന്നതും മറിച്ചല്ല. തപസ്സിന്റെ പരമോന്നതിയിലെത്തിയാൽ അവൾ ചോദിക്കുന്ന വരം നൽകേണ്ടി വരില്ലേ പ്രഭു? അങ്ങനെ നൽകിയാൽ നമ്മുടെ മകൾ? ദാരികന്റെ അന്ത്യം ഈ പ്രകൃതിയുടെ ആവശ്യമാണ്. അതിന് വിഘാതമാകുന്ന ഒരു പ്രവൃത്തിയും നമ്മിൽ നിന്നുണ്ടാവില്ല. അപ്പോൾ മനോദരിയുടെ തപസ്, ആ തപസ്സിന്റെ ജ്വാലകൾ കൈലാസത്തോളം ഉയർന്നിരിക്കുന്നു പ്രഭു. തുടങ്ങി വെച്ച പ്രവൃത്തിയിൽ നിന്നും ലക്ഷ്യം കാണാതെ പിന്തിരിയുന്നവരല്ല അസുരന്മാർ. നമുക്കറിയാം, മനോദരിയുടെ ലക്ഷ്യം നേടുക തന്നെ ചെയ്യും. നാരായണ നാരായണ. പക്ഷെ നമ്മുടെ ലക്ഷ്യം വരം നേടി അവൾ അവിടെ എത്തുന്നതിന് മുൻപേ സമൂർത്തീകരിച്ചിരിക്കും. മഹേശ്വര, പഞ്ചഭൂതങ്ങളും പഞ്ചപ്രാണങ്ങളും നമ്മിൽ അർപ്പിച്ചാണ് അവളുടെ തപസ്. അതിന്റെ ശക്തിയിൽ മനോദരിയുടെ ദേഹവും ദേഹിയും ഇവിടെ എത്തും. വരങ്ങൾ നൽകാതെ നിർവാഹമില്ല ദേവി. ശംഭോ ശങ്കര സാംബ സദാ ശിവ കൈലാസപതി തവ ചരണം. ശംഭോ ശങ്കര സാംബ സദാ ശിവ കൈലാസപതി തവ ചരണം. കൈലാസപതി ശിവ ശങ്കര കരുണാമയ രുദ്ര ശിവ മനോദരി, നീ സർവ്വ പരീക്ഷണങ്ങളെയും മറികടന്നിരിക്കുന്നു. നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തും ചോദിക്കാം. മഹാദേവ, ശംഭോരുദ്ര മഹാദേവ. പരമേശ്വര, ഉമാപതി, അടിയൻ ഒന്നേ ആഗ്രഹിക്കാനുള്ളൂ, ഒന്നേ ആവശ്യപ്പെടാനുള്ളൂ. ദാനവേന്ദ്രൻ ദാരികന്റെ പ്രാണൻ. ജനനം പോലെ തന്നെ മരണവും പ്രകൃതി നിയമമാണ്. അതിനെ മറികടക്കാൻ പ്രപഞ്ച ശക്തിക്ക് പോലും ആവില്ല. ഈ വരം പ്രദാനം ചെയ്യാൻ നാം എന്നല്ല ഒരു ശക്തിക്കും സാധ്യമല്ല. മനോദരിക്ക് മറ്റെന്തെങ്കിലും ചോദിക്കാം. നാരായണ നാരായണ നാരായണ. മഹാദേവ, സംവത്സരങ്ങളോളം തപസ് ചെയ്ത് അടിയൻ ലക്ഷ്യത്തിലെത്തിയത് ഈ വരം മാത്രം നേടാനാണ്. ചോദിക്കുന്നതെല്ലാം നൽകാൻ ഈശ്വരനും കഴിയില്ല എന്നറിഞ്ഞാലും കഴിയാഞ്ഞിട്ടല്ല, തരില്ലെന്ന് തീരുമാനിച്ചിട്ട് നാം അസുരകുലത്തിൽപ്പെട്ടവളല്ലേ. എല്ലാ പ്രാണികളെയും ഏകാത്മഭാവത്തോടെ കാണുന്നവനല്ലേ ഈശ്വരൻ? ആയിരിക്കാം, പക്ഷേ അസുരകുലത്തിന് നേരെ എന്നും ഈശ്വരന്മാർ കണ്ണടച്ചിട്ടേ ഉള്ളൂ. മനോദരി മനസ്സിൽ ഉറച്ചത് നേടും. പരമേശ്വര, അങ്ങയുടെ ശരീര സ്വേദകളൊന്നും നിറയുന്നല്ലോ. ഈ വിയർപ്പ് ഏത് ദുരന്തത്തിന്റെ സൂചനയാണാവോ? ഇല്ല, ആഗ്രഹിച്ചോ നേടിയില്ലെങ്കിൽ പരമേശ്വര, എന്റെ തപശക്തിയും പ്രാണനും ഇതാ ഈ കാൽക്കൽ അർപ്പിക്കുന്നു. മനോദരി, നിനക്കിതാ ഒരു വരം പ്രദാനം ചെയ്യുന്നു. ഇത് നമ്മുടെ ശ്വേതഗണങ്ങളാണ്. ഈ വിയർപ്പ് തുള്ളികൾ നീ ആരിൽ തളിക്കുന്നുവോ അവൻ വസൂരി എന്ന മഹാരോഗത്തിന് അടിമയാകും. ശത്രുവിനോട് പകരം വീട്ടാൻ ഇത് നിനക്ക് ഉപകരിക്കും. മതി മതി മഹാദേവ, നമുക്ക് സന്തോഷമായി. നാം അദ്ദേഹത്തോടൊത്ത്
യുദ്ധഭൂമിയിലെത്തും. അദ്ദേഹത്തിന്റെ ശത്രു ആരായിരുന്നാലും മതി, നമുക്കിത് മതി, മതി. നാരായണ നാരായണ നാരായണ, മഹേശ്വര മഹേശ്വര. പരമേശ്വര, മറ്റു വഴികളില്ലാതെ വന്നപ്പോൾ കൊടുത്ത വരമാണെന്നറിയാം. എങ്കിലും അതിന്റെ പ്രയോഗം നമുക്ക് നേരെ തന്നെയാവില്ലേ? നമ്മുടെ മകൾ നാരദരെ, സത്യവും മിഥ്യയും കാര്യവും കാരണവും മൃതിയും ജീവനുമെല്ലാം എന്റെ പ്രണവത്തിൽ അധിഷ്ഠിതമാണ്. മഹാരാജൻ, എന്തുകൊണ്ടോ ഭയമെന്ന വികാരം നമ്മൾ കീഴ്പ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. മഹാമന്ത്രി രാജൻ, അങ്ങ് എന്തിനു ഭയപ്പെടുന്നു? മയാസുരനാൽ അതിവിദഗ്ധമായി നിർമ്മിക്കപ്പെട്ട ഗഹനമാണിത്. ഇതിലൂടെ നാം രക്ഷപ്പെട്ടാൽ ഒരിക്കലും ഭദ്രകാളിക്ക് നമ്മെ പിടികൂടാനാവില്ല. നാം ഒരുപക്ഷെ രക്ഷപ്പെടുമായിരിക്കാം. പക്ഷേ നമ്മുടെ പ്രജകൾ, രാജ്യം, ഭദ്രകാളിയുമായുള്ള യുദ്ധം ഇത്രയുമായപ്പോഴേക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. പരാജയം നമുക്കായിരിക്കുമെന്ന്. മഹാരാജൻ, രാജാവും മന്ത്രിയും രക്ഷപ്പെട്ടാൽ രാജ്യം തിരിച്ചു പിടിക്കാനുള്ള ശ്രമമെങ്കിലും നടത്താമല്ലോ. കിട്ടിയ വരങ്ങളും ദിവ്യായുധങ്ങളും ഭദ്രകാളിയുടെ മുമ്പിൽ നിഷ്ഫലമായി കൊണ്ടിരിക്കുമ്പോൾ നാളത്തെ ഒരു വിജയത്തെക്കുറിച്ച് നമുക്ക് ഊഹിക്കാനാകുമോ? ഇനിയൊരു തിരിച്ചുവരവുണ്ടാകുമോ? ശുഭപ്രതീക്ഷ കൈവിടാതിരിക്കണം മഹാരാജൻ. ദേവഗണങ്ങളോട് പരാജയപ്പെട്ട അസുര രാജാക്കന്മാർ വീണ്ടും ശക്തിയാർജിച്ച് രാജ്യവും സിംഹാസനവും തിരിച്ചു പിടിച്ച ചരിത്രങ്ങളില്ലേ? എന്തോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പാകത്തിലല്ലോ ഇപ്പോൾ നാം. മഹാമന്ത്രി, ഈ അവസരത്തിൽ ഒരു താങ്ങായി മനോഹരി ഉണ്ടായിരുന്നെങ്കിലും നാം ആഗ്രഹിച്ചു പോകുന്നു. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. സർവവും കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ട് ഭദ്രകാളി മുന്നേറുകയാണ്. നമ്മുടെ പടയാളികളെല്ലാം വീര്യമൃത്യു വരിച്ചു കഴിഞ്ഞു. പാതാള ലോകം ഒരു ശവപ്പറമ്പായിരിക്കുകയാണ്. ഇവിടെയും സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും കരച്ചിൽ മാത്രം. എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടണം. എനിക്ക് വയ്യ. രാജാവ് രക്ഷപ്പെടുക, പ്രജകൾ ചത്തുടങ്ങുക. ഇതിലെന്ത് നീതിയാണുള്ളത്? നീതിസാരങ്ങൾ നോക്കി നിന്നാൽ നമ്മുടെ ജീവൻ അപകടത്തിലാവുമെന്ന് തീർച്ച. എന്നെങ്കിലും കരുത്താർജിച്ച് തിരിച്ചു വരാൻ വേഗം വാ. ഈ ഗഹുരത്തിലൂടെ പോയാൽ 7 ലോകങ്ങളും ഭൂമിയും കടന്ന് പാതാളത്തിന്റെ അഗാധതയിലേക്ക് എത്താം. പോലും കടന്നു വരാൻ പറ്റാത്ത സ്ഥലം. ഇവിടെ നാം സുരക്ഷിതരായിരിക്കുമെന്നതിന് സംശയമില്ല. പക്ഷേ എത്ര കാലം നാം ഈ ദുർഗന്ധം വമിക്കുന്ന ഒളിത്താവളത്തിൽ കഴിഞ്ഞുകൂടും? എന്താ ആർക്കും ഉത്തരവില്ലേ? പ്രപഞ്ചം വിറപ്പിച്ച ദാരികന്റെ മഹാസാമ്രാജ്യം പ്രജകളെ കുരുതി കൊടുത്തു നേടിയ പ്രാണം രക്ഷിക്കാൻ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? നാണം കെട്ട ഈ ജീവിതത്തെക്കാൾ ശത്രുവിന്റെ വാൾമുനയിൽ ശിരസ് കുനിച്ചേനെ ഞാൻ. മഹാരാജൻ, ധീരനായ ധാരികാസുരൻ എന്തിനാ മന്ത്രി ഇങ്ങനെ ഒരു നാണം കെട്ട ജീവിതം? ധാരിക, ബാഹ്യമായ വരബലവും ആയുധബലവും നേടിയ നിനക്ക് മനോബലം നഷ്ടപ്പെട്ടു പോയോ? നോക്ക്,
ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും നാം ഓരോ ദുരന്തങ്ങളെ പ്രതീക്ഷിക്കണം. വിഷാദം ഒരു സർപ്പത്തെ പോലെയാണ്. അത് നമ്മുടെ ശക്തിയെയും വീരത്തെയും വിഴുങ്ങിക്കൊണ്ടിരിക്കും. ഈ അവസ്ഥയിൽ മനസ്സിൽ മറ്റെന്ത് വികാരമാണ് വരിക? എല്ലാം നഷ്ടപ്പെട്ടു. രാജ്യവും വരബലങ്ങളും എല്ലാം. വിശ്വവിജയിയായ ദാരികൻ വെറും ശൂന്യം. അത് നിന്റെ വെറും തോന്നലാണ്. സ്ഥാനമാനങ്ങളും വരബലവും നാം നേടിയെടുത്തതല്ലേ. ഇനിയും നമുക്കതിനാകും. ജീവിതാവസാനം വരെ ഒരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഈ പ്രവൃത്തിയെയാണ് നാം ജീവിതമെന്ന് പറയുന്നത്. അതുകൊണ്ട് ദാരിക, ഉണരുക, എഴുന്നേൽക്കുക. ഇഷ്ടലക്ഷ്യത്തിലെത്തും വരെ പിന്തിരിയാതെ പ്രവർത്തിക്കുക. വീണ്ടും ശക്തനാവണം. മറ്റൊരു ദാനവകുലം പടുത്തുയർത്തണം. അതേ മഹാരാജൻ, അങ്ങ് തളരാൻ പാടില്ല. ശരി ശരി, ഈ തകർച്ചയിലും എന്നോടൊപ്പം നിങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്കത് മതി. ഈ ഒളിത്താവളമായിരിക്കണം അടുത്ത രാക്ഷസ സാമ്രാജ്യത്തിന്റെ ഗർഭഗൃഹം. മഹാമന്ത്രി, ഭദ്രകാളിയുടെ കോപാഗ്നി ഒന്ന് കെട്ടിറങ്ങട്ടെ. ആ വളസുര ലോകത്ത് ചുരുങ്ങിയ അഗ്നിവർഷം നമ്മുടെ കോപാഗ്നിയിലാണ് പടർന്നു കയറിയിരിക്കുന്നത്. വരില്ല ഞാൻ. അഗ്നിക്കഗ്നി, ഒടുവിൽ സംഹാരം. പുതിയ ലോകം കെട്ടിപ്പടുക്കാൻ ഇതാ മഹാരാജൻ, എന്റെ ശരീരവും പ്രാണനും അങ്ങയുടെ കാൽക്കൽ അർപ്പിക്കുന്നു. മതി മതി, നമുക്ക് പിൻബലം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ആദ്യത്തെ സമർപ്പണമായി നാം ഇതിനെ കാണുന്നു. എത്ര നശിച്ചാലും രാജ്യത്തെയും കുലത്തെയും സ്നേഹിക്കുന്ന അസുരപ്രജകൾ എവിടെയെങ്കിലുമൊക്കെ നശിച്ചിരിക്കും. അവർ നമ്മെ തേടിയെത്തും. ഓരോ ചുവടുവയ്പും കരുതലോടെയായിരിക്കണം. നീയാണ് ഇപ്പോൾ ഭദ്രകാളിയുടെ പ്രതിയോഗി. നിന്നെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും. ദേവകുലത്തിന്റെ പിൻബലത്തോടെ നടക്കുക. സ്വയം പ്രതിരോധിക്കാനുള്ള കരുത്താർജിച്ച ശേഷമേ ഒരു പൊട്ടിത്തെറിക്ക് നാം ശ്രമിക്കൂ. അന്ന് തകരുന്നത് മുഴുവൻ ദേവശക്തികളുമായിരിക്കും. ഇപ്പോൾ ചിഹ്നഭിന്നമായി കിടക്കുന്ന അസുരപ്രജകളെ ആദ്യം സംഘടിപ്പിക്കണം. അവരിൽ കെട്ടടങ്ങിയ മനോവീര്യം വീണ്ടും ജ്വലിപ്പിക്കണം. അങ്ങനെ പടിപടിയായിട്ട് വേണം നമുക്ക് മുന്നേറാൻ. എനിക്കുറപ്പുണ്ട്, ശേഷിക്കുന്ന അസുരപ്രജകൾ നമ്മെ തേടിയെത്തും. രാജ്യത്തെയും കുലത്തെയും സ്നേഹിക്കുന്നവരാവണം. മഹാമന്ത്രി, നമ്മുടെ ചിന്തകൾക്ക് ശുക്രാചാര്യരുടെ അനുഗ്രഹം. വന്ദനം ഗുരുദേവ. ഈ സാഹചര്യത്തിൽ നിന്നെ നാം കുറ്റപ്പെടുത്തുകയാണെന്ന് ധരിക്കരുത്. ഈ ഒളിത്താവളം നാം നിർദ്ദേശിച്ചപ്പോൾ തേടിയിരുന്നെങ്കിൽ ഒരു അസുര സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്ന ദുഷ്കര കൃത്യം അല്പം കൂടി എളുപ്പമായേനെ. ഭയപ്പെടേണ്ട, ഇനിയും അത് സാധിക്കാവുന്നതേയുള്ളൂ. അതേ ഗുരുദേവ, ഭദ്രകാളി ഒന്ന് പിൻവാങ്ങട്ടെ. അതിനുശേഷം ലക്ഷ്യത്തിലേക്ക് നീങ്ങാം. ദാരിക, എന്തിനു ഭദ്രകാളി പിൻവാങ്ങുന്നതും കാത്തിരിക്കുന്നു? നിന്റെ തപശക്തി ക്ഷയിച്ചെങ്കിലും നമുക്ക് പിൻബലമേകാൻ അവൾ വരുന്നുണ്ട്. മനോദരി തപസ്സു ചെയ്ത് നിന്നെ രക്ഷിക്കുന്നതിനുള്ള വരം പരമശിവനിൽ നിന്നും നേടിയാണ് അവൾ വരുന്നത്. പക്ഷേ എന്താ ഗുരുദേവ? അവൾ വരുന്നതുവരെ ഒരു പിടിച്ചു നിൽപ്പ്, അതാണ് നമുക്ക് വേണ്ടത്. അതിന് ഒളിത്താവളത്തിൽ നാം സുരക്ഷിതരല്ലേ? ഭദ്രകാളിയുടെ ശക്തി നിങ്ങൾക്കറിയില്ല. അവൾ കൊടുങ്കാറ്റാണ്, അഗ്നിയാണ്, സംസാര സാഗരത്തിൽ ആഞ്ഞടിക്കുന്ന തിരമാലയാണ്. വേഗഗതിയാർന്ന നാരി ഇവൾ ഭദ്രകാളി. ഉദിതമാലെ മഹാകാളികയെ മഹാപ്രളയ രൂപിണി പ്രചണ്ഡകാളി. ഭൂതപ്രേത ഗണദാസ നിസേവിത ചുടല കാളി ഹര പുത്ര ശിവേ കരാള രൂപ വദന സ്മരണേ മഹാപതിഷ്ഠ ഹര ഭദ്രകാളി.
പരികൃപതേ തവ മാധവികേ മഹകാലകമാകുല രക്തപ്രിയേ ധ്വനിതാളമൃദംഗ സ്വരസഹിതേ പരിവാദമധാതഹിനേ നീർത്താല സംരക്ഷ വീരകാളി చాముండి భైరవీ എന്റെ ജന്മലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നിന്റെ ശിരസ് വേണം എനിക്ക്. എന്റെ ഭൂതഗണങ്ങളുടെ ദാഹം മാറ്റാൻ നിന്റെ രക്തം വേണം അവർക്ക്. രാക്ഷസ കുലത്തിൽ പിറന്നവനെങ്കിലും സിംഹത്തെ കണ്ട മാറ്റയുടെ പോലെ ഒളിച്ചിരിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങുക. ദാരിക, അസുരവംശം കണ്ടിരിക്കില്ല ഇത്ര ഭീരുവായ ഒരു രാജാവിനെ. ദാരികൻ ഭീരുവല്ല. ആണത്തമുള്ളവർ സ്ത്രീകളോട് ഏറ്റുമുട്ടാറില്ലെങ്കിലും ആണും പെണ്ണുമില്ലാത്ത അർത്ഥമായ ഈശ്വരന്റെ മകളല്ലേ. ഇതെനിക്ക് വിശ്വസിക്കാനാവില്ല. അവിടുന്ന് മഹാരാജൻ 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 മഹേശ്വര, എനിക്കെന്തിനെ മരണം തന്നു? മഹാരാജൻ, അങ്ങേക്ക് കാണണ്ടേ എന്നെ? മറന്നാട് തിരിച്ചെത്തി എന്നെ അങ്ങേക്ക് കാണണ്ടേ മഹാരാജൻ? നോക്കൂ നോക്കൂ, ശ്രീ പരമേശ്വരൻ നമ്മിൽ പ്രസാദിച്ചിരിക്കുന്നത് ഒരിക്കലെങ്കിലും എന്നെ നോക്കില്ലേ മഹാരാജൻ? ഒരിക്കലെങ്കിലും ഒന്ന് നോക്കില്ലേ മഹാരാജൻ? ഇനി നമുക്ക് എന്തിനാണ് ഈ വരപ്രസാദം? വേണ്ട, എനിക്കത് വേണ്ട വേണ്ട. ദാരികൻ ദുഷ്ടനായിരുന്നു മനോദേവി. എങ്കിലും നമ്മുടെ കൈകൊണ്ട് മൃത്യു വരിച്ച അവൻ മോക്ഷം പ്രാപിച്ചിരിക്കുന്നു. ഒരു മോക്ഷം? എന്റെ ഭർത്താവിനെ കൊന്ന ദുഷ്ടയാണ് നീ. നിന്നോട് പ്രതികാരം ചെയ്യാതെ ഞാൻ അടങ്ങിയിരിക്കില്ല. ഇത് നിന്റെ അച്ഛൻ പരമശിവന് പ്രദാനം ചെയ്ത ശ്വേതകണങ്ങളാണ്, വസൂരി എന്ന മാറാരോഗത്തിന്റെ വിത്തുകൾ. ഇത് ഞാൻ നിന്നിൽ തന്നെ പ്രയോഗിക്കട്ടെ.
ശമിപ്പിക്കുക എന്നത് പ്രകൃതി നിശ്ചയമാണ്. അളവറ്റ ശക്തിയിൽ നീയും ഭ്രമിച്ചു പോയിരുന്നു. മനോദരി നിന്നിൽ ചുരിഞ്ഞ ഈ വസൂരി ദീനത്തെ ശമിപ്പിക്കാൻ നമ്മുടെ കർണത്തിൽ നിന്നും ഖണ്ഡാകർണൻ എന്ന ശിവഭൂതത്തെ നാം പറഞ്ഞയക്കുന്നു. സേവിക്കുന്നവരുടെ സർവൈശ്വര്യങ്ങൾക്കും വിളനിലമായി ശ്രീഭദ്രകാളിയായി ഭൂമിയിൽ നീ പരിലസിക്കുക. ദുഷ്ടവിഗ്രഹത്തിന് കൊടുങ്ങല്ലൂരമ്മയായും ദുഃഖശാന്തിക്ക് ചോറ്റാനിക്കര ദേവിയായും അറിവിന്റെ തിരുതലേക്കാൻ മൂകാംബികയായും കൽപ്പാന്തത്തോളം ചൈതന്യവതിയായിരിക്കുക.